ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, ഇന്ന് സംഭവം ചില ആളുകൾ റഷ്യയിലേക്ക് വന്നിട്ട് ഇവിടുത്തെ രാത്രി കാലാവസ്ഥ ഒന്ന് കാണാൻ പറ്റുമോ, മറ്റേ നോർത്തേൺ ലൈറ്റൊക്കെ അവിടെ കാണാൻ പറ്റും എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ റഷ്യയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് നോർത്തേൺ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റഷ്യയിലുള്ള നോർത്തേൺ ലൈറ്റ് ഇത് കാണാനായിട്ട് റഷ്യൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ, അതുപോലെ തന്നെ യൂറോപ്യൻസ്, നേരത്തെ യൂറോപ്യൻ ബോർഡറൊക്കെ ഓപ്പൺ ആയ സമയത്ത് ഒരുപാട് യൂറോപ്യൻസ് റഷ്യയിലേക്ക് കൂടുതലായിട്ടും വരുന്ന ഒരു റീജിയനാണ് മൂർമൻസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിപ്പോൾ ഉള്ള ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ചില ആളുകൾക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് അവർക്ക് എങ്ങനെ ജോലിയിൽ പോകാൻ പറ്റും, എങ്ങനെ ഫുൾ ടൈം നൈറ്റ് അല്ലേ ബ്രോ, എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്. അതായത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾ എസ്പെഷ്യലി റഷ്യയിലെ പല നഗരങ്ങളിലും ഇങ്ങനെയുള്ള ഒരു പോളാർ നൈറ്റ് എന്നുള്ള സംഭവം ഇല്ല. അതിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഈ പോളാർ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ നോർത്തേൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഉള്ളൂ. അത് കാണാനായിട്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്കൊരു നാട്ടിലുള്ള ഒരു ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഡിഫിക്കൽട്ട് ആയിരിക്കും ഇവിടെ സർവൈവ് ചെയ്ത് പോകാന്നുള്ളത്. അതായത് ഞാൻ നിൽക്കുന്ന ഈ റീജിയനിൽ മുമ്പ് കുറച്ച് വെൽഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരിവിടെ തുർക്കിഷ് കമ്പനീൻ്റെ അണ്ടറിൽ വന്നതാണ് ഇവിടെ ജോലി ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടുന്ന് പല മലയാളികൾക്കും 2-3 മലയാളികൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ മോസ്കോയിലൊക്കെ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് ജോലി ട്രാൻസ്ഫറായി അവർ നേരെ വന്നിട്ടുള്ളത് മറ്റൊരു റീജിയൻ ആയിട്ടുള്ള ഇവിടെയാണ്, മൂർമൻസ്കിലാണ് അവർ വന്നിട്ടുണ്ടായത്. പക്ഷേ അവർക്ക് ഒരു 2 വീക്സിൻ്റെ മുകളിൽ പോലും അവർക്ക് ചില ആളുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ ഇമ്മ്യൂണിറ്റി ഡൗൺ ആയി. അപ്പം വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കാരണം അവർ നാട്ടിലേക്ക് തിരിച്ചു പോയി. കാരണം എന്നിട്ടും ഇപ്പോഴും ആ ഒരു നടുക്കം അവർക്ക് വിട്ടുമാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ഇവിടെ രാത്രി എന്ന് സംഭവം വെച്ചാൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും സൂര്യനെ കാണുന്നു, അതുപോലെ തന്നെ രാവിലെ ആവുന്നു, രാത്രി ആവുന്നു, ഒരു സൂര്യൻ വരുന്നില്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങളത് അനുഭവിച്ച് തന്നെ അറിയണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനുള്ളത് സൂര്യനില്ലാത്ത ഒരു സ്ഥലത്താണ്. ഇപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹോളിഡേ ആണ്. കാരണം എനിക്കിപ്പം പ്രശ്നമല്ല. ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് ഒരുപാട് ഛർദി, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തെന്നറിയില്ല, ഹെൽത്ത് ഇപ്പം കുഴപ്പമില്ലാതെ പോകുന്നു. കാരണം ഓൾറെഡി ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നില്ല. ഇപ്പം നൈറ്റോ രാവിലെ രാത്രി ഒന്നും ഇല്ലാതെ എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. പക്ഷേ ഫസ്റ്റൊക്കെ ആരെങ്കിലും മൂർമൻസ്ക് എന്ന റീജിയനിലേക്കൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമതെന്ന് വെച്ചാൽ കൊടും തണുപ്പ്, -30, -45, -60ഒക്കെയാണ് ഇവിടുത്തെ ചില സമയങ്ങളിലുള്ള ഒരു വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സൂര്യനുള്ള നാട്ടിൽ ജീവിച്ചതുകൊണ്ട്, സൂര്യൻ എപ്പോഴും ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു എപ്പോഴും ചൂട് അനുഭവപ്പെടുന്ന അതില്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും ഭയാനകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കൂടുതലും ആളുകൾ താമസിക്കുന്നത് വളരെ ചുരുക്കം പേരാണ്. കാരണം സൂര്യനില്ലാതെ കാരണം നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസിൻ്റെ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ചുരുക്കമായ പേരാണ് മാത്രം ഇവിടെ വന്ന് ടൂറിസ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ്, ഹിസ്റ്റോറിക്കൽ, അതുപോലെ തന്നെ മൗണ്ടൻ ഫാബ്രിക്സ്, ഫെസാഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ കമ്പനീസും, അതുപോലെ തന്നെ ഇവിടെ സ്കീറ്റിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് ആകർഷകമായിട്ടുള്ള സ്കീറ്റിങ്ങിനായിട്ടാണ് കൂടുതൽ ആളുകളും ഇവിടത്തേക്ക് വരുന്നത്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എസ്പെഷ്യലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെന്നല്ല, ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. ജോലി ചെയ്യുന്നത് ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൈം വെച്ചിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. രാവിലെയും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ല ഇവിടെ. കാരണം അവർ ഇവിടെ ടൈം നോക്കിയിട്ടാണ് ഇവിടെ ജോലിക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ നൈറ്റ് ആണെങ്കിലും ഒരു പ്രകാശം ഇവിടെ വരും. കാരണം ഒരു സൂര്യനില്ലെങ്കിലും ഒരു ലൈറ്റ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ പേടിക്കാനില്ല. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ലൈറ്റ് വരും, പക്ഷേ സൂര്യൻ ഉണ്ടാകത്തില്ല. ഡേ ലൈറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ ഡേ ലൈറ്റിലാണ് ആളുകൾ ജോലി ചെയ്യുന്നത്. ഡേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഇത് ഒറ്റയടിക്ക് രാത്രി ആവാറില്ല. ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെയാണ് രാത്രി ആവുക. ഫസ്റ്റ് ടൈം കുറഞ്ഞു വരും. ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വൈകുന്നേരം 6 മണി വരെ, ഒരു 5 മണി വരെ സൂര്യൻ ഉണ്ടെങ്കിൽ പിന്നെ 4 മണിയാവും, പിന്നെ 3 മണിയാവും, പിന്നെ 2 മണിയാവും, പിന്നെ 1 മണിയാവും, പിന്നെ അങ്ങനെ കുറഞ്ഞ് സൂര്യൻ്റെ പ്രകാശം മൊത്തത്തിൽ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുക. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഡിസംബറിൽ സൂര്യനേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂര്യൻ ഉദിക്കാറേ ഇല്ല ഇവിടെ.
കാരണം മൊത്തത്തിൽ അവസാനിച്ചു, സൂര്യൻ മൊത്തത്തിൽ ഇവിടെ ഇല്ലാതായി. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുമ്പം ജനുവരി നമുക്ക് ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു ജനുവരി എൻഡോട് കൂടി ഇവിടെ പകുതിയോട് കൂടി തന്നെ ഇവിടെ സൂര്യൻ മെല്ലെ സാവധാനം ഉദിച്ചു തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഇവിടെ പ്രകാശം. ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് റഷ്യൻസിൽ ഭയങ്കര ഹാപ്പി ഒരുപാട് പേർക്ക് ടെൻഷൻ, ഡിപ്രഷൻ അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾ. കാരണം സൂര്യൻ ഇല്ലാത്തത് കാരണം നമുക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം അങ്ങനെയുള്ള വൊമിറ്റിംഗ് പ്രോബ്ലം, ഒരുപാട് ടെൻഷൻസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ആളുകൾ അതൊക്കെ കഴിഞ്ഞ് 15 കൂടി സൂര്യൻ മെല്ലെ മൗണ്ടെയിൻ്റെ പിറകിൽ നിന്ന് മെല്ലെ ഉദിച്ചുദിച്ച് വരികയാണ്. അത് കാണാൻ ഒരുപാട് പേര് വരും. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രേഷനും കാര്യങ്ങളും ഇവിടെ നടക്കും അതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്കാണ് ഈ കാര്യം ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സൂര്യനില്ല റീജിയനിൽ ജോലി നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. കാരണം സൂര്യനില്ലാത്ത റീജിയനിൽ ഇവിടെ വന്ന് നിങ്ങൾ പെട്ടുപോകാതിരിക്കുക. കാരണം ഇവിടെ പ്രശ്നം അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട് എന്നല്ല പറയുന്നത്. ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, ഇമ്മ്യൂണിറ്റി ഒക്കെ അടിപൊളി നല്ല ഹൈ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. ചില ആളുകൾക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും. അതൊക്കെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ മോസ്കോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോബ് ചെയ്യാനൊക്കെ നല്ല സ്ഥലമാണ്. പിന്നെ പീറ്ററിലൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിയെങ്കിൽ മാത്രം. അപ്പോൾ എന്നിരുന്നാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിട്ട് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.